PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇവിടെ നോക്കുക, ഇതാണ് 8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ, ഭൂപടങ്ങൾ വായിക്കാം എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വ്യത്യസ്ത തരം ഭൂപടങ്ങളുടെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, രാഷ്ട്രീയ ഭൂപടം തന്നിട്ടുണ്ട്, സൈനിക ഭൂപടം തന്നിട്ടുണ്ട്, ചരിത്ര ഭൂപടം, ജ്യോതിശാസ്ത്ര ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, ദിനാവസ്ഥാ ഭൂപടം. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഭൂപടങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഭൂപടങ്ങൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്? ഒന്ന്, ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഭൂവിനിയോഗ ഭൂപടം എന്ന് പറഞ്ഞൊരു ഭൂപടം തന്നെയുണ്ട്. അപ്പോൾ ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന്, വാന നിരീക്ഷണത്തിന്, കാലാവസ്ഥാ പഠനങ്ങൾക്ക്, സൈനിക ആവശ്യങ്ങൾക്ക്, രാജ്യാതിർത്തികൾ മനസ്സിലാക്കുന്നതിന്, ചരിത്ര പഠനത്തിന്. അപ്പം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഭൂപടങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണ് തീമാറ്റിക് ഭൂപടം എന്ന് പറയുന്നത്. അതായത് ഒരു ഭൂപടത്തിൽ തന്നെ വിവിധ ആവശ്യങ്ങൾക്കായുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയാൽ ആ ഭൂപടം നമുക്ക് എന്താണ് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും അല്ലേ. അതായത് നമുക്കൊന്നും തിരിച്ചറിയാനായിട്ട് പറ്റില്ല, ഒന്നിനോട് എങ്ങനെയാണ് വ്യത്യസ്തമായി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവരങ്ങൾ വിവിധ ഭൂപടങ്ങളിലായിട്ട് ചിത്രീകരിക്കുന്നു. ഇങ്ങനെ പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെയാണ് തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭൂപടത്തിൽ തന്നെ വിവിധ ആവശ്യങ്ങൾക്കുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾ തയ്യാറാക്കും. അതിനെയാണ് തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയുന്നു. ഇനി നോക്കുക, ഭൂപടങ്ങളെ തരംതിരിക്കാം. ഭൂമിയിലെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതമായിട്ടുള്ള വിവിധ സവിശേഷതകളെ പലതരം നിരീക്ഷണങ്ങൾക്കും വിശകലനങ്ങൾക്കുമായി രേഖപ്പെടുത്തി സൂക്ഷിക്കാറുണ്ട്. ഇങ്ങനെ വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് എന്ത്? ഭൂപടങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ഭൂപടത്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. അതായത് ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഓക്കെ, ഭൂപടത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് ഭൗതിക ഭൂപടങ്ങൾ എന്നും 2 സാംസ്കാരിക ഭൂപടങ്ങൾ എന്നും. ഓക്കെ, ഫിസിക്കൽ മാപ്സ് ആൻഡ് കൾച്ചറൽ മാപ്സ്. ഓക്കെ, 2ആയിട്ടാണ് ഭൂപടങ്ങളെ തിരിക്കുന്നത്. ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ 2ആയിട്ട് തിരിക്കാം. ഭൗതിക ഭൂപടങ്ങൾ എന്നും സാംസ്കാരിക ഭൂപടങ്ങൾ എന്നുമാണ് തിരിക്കുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. എന്താണ് ഭൗതിക ഭൂപടങ്ങൾ? ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഇനി കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്നതിനെയാണ്
സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഭൂപടങ്ങൾ രണ്ട് തരത്തിലുണ്ട്, ഭൗതിക ഭൂപടങ്ങളും സാംസ്കാരിക ഭൂപടങ്ങളും. ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായിട്ടുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് എന്ത്? സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഇനി താഴെ സൂചിപ്പിച്ചിട്ടുള്ള ഭൂപടങ്ങളെ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ തരം തിരിച്ച് ഫ്ലോ ചാർട്ട് തയ്യാറാക്കൂ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് അറിയുന്നതാണല്ലേ. ഏതൊക്കെയാണ് വരിക? നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? അത് പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഭൗതിക ഭൂപടങ്ങളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജ്യോതിശാസ്ത്ര ഭൂപടം എന്ന് പറയുന്നത് ഭൗതിക ഭൂപടങ്ങളിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മണ്ണ് ഭൂപടം അല്ലേ, മണ്ണ് ഭൂപടം, കാലാവസ്ഥാ ഭൂപടം, നൈസർഗിക സസ്യജാല ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, അതുപോലെ തന്നെ എന്താണ് ദിനാവസ്ഥാ ഭൂപടം. ഇതെല്ലാം എന്താണ്? ജ്യോതിശാസ്ത്ര ഭൂപടം. ഇതെല്ലാം തന്നെ എന്തിൽ വരും? ഭൗതിക ഭൂപടങ്ങളിൽ വരും. ഭൂവിനിയോഗ ഭൂപടം, ഇതെല്ലാം എന്താണ്? ഭൗതിക ഭൂപടങ്ങളിൽ വരുന്നതാണ്. ഇനി സാംസ്കാരിക ഭൂപടങ്ങളിൽ വരുന്ന എന്താണ്? മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് സൈനിക ഭൂപടം, രാഷ്ട്രീയ ഭൂപടം, അതുപോലെ തന്നെ എന്താണ് വ്യാവസായിക ഭൂപടം അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഏതിലാണ്? ചരിത്ര ഭൂപടം. ഇതെല്ലാം വരുന്നത് എന്തിലാണ്? സാംസ്കാരിക ഭൂപടങ്ങളിലാണ്. അപ്പോൾ പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഭൗതിക ഭൂപടത്തിലും മനുഷ്യനിർമ്മിതമായിട്ടുള്ള സവിശേഷതകൾ അടങ്ങുന്നത് സാംസ്കാരിക ഭൂപടത്തിലുമാണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഭൂപട വർഗീകരണം തോതിൻ്റെ അടിസ്ഥാനത്തിൽ, ഇപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൗതിക ഭൂപടമെന്നും സാംസ്കാരിക ഭൂപടമെന്നും തരംതിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി തോതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എങ്ങനെയാണ്? ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന തോതിൻ്റെ അടിസ്ഥാനത്തിലും അവയെ തരംതിരിക്കാവുന്നതാണ്. അതായത് ഭൂപടങ്ങളെ തോതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ചെറിയ തോത് ഭൂപടങ്ങൾ എന്നും വലിയ തോത് ഭൂപടങ്ങൾ എന്നും. ഓക്കെ, സ്മോൾ സ്കെയിൽ മാപ്സ് എന്നും ലാർജ് സ്കെയിൽ മാപ്സ് എന്നും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടങ്ങൾ എന്നിവ. ഓക്കെ, ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. താഴെ തന്നിട്ടുള്ളവയിൽ ചെറിയ തോത് ഭൂപടങ്ങളിൽ വരുന്നത് ഏത്? അങ്ങനെ ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ചേരുംപടി ചേർക്കാനും ഒക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഭൂപടങ്ങളെ തോതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയാക്കി തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. ചെറിയ തോത് ഭൂപടങ്ങൾ എന്നും വലിയ തോത് ഭൂപടങ്ങൾ എന്നും തിരിക്കാം. ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടങ്ങൾ എന്നിവ. വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് കാഡസ്ട്രൽ ഭൂപടം, ധരാതലീയ ഭൂപടം. ഓക്കെ, കാഡസ്ട്രൽ മാപ്പ് ആൻഡ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കാഡസ്ട്രൽ ഭൂപടവും ധരാതലീയ ഭൂപടം എന്തിന് ഉദാഹരണമാണ്? വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ലോകം, വൻകരകൾ, രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ തുടങ്ങിയ വിസ്തൃതമായ പ്രദേശങ്ങളെ ചെറിയൊരു കടലാസിൽ ചിത്രീകരിക്കേണ്ടി വന്നാൽ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ അവയിൽ ഉൾപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. ഓക്കെ, അത് മനസ്സിലായോ? ലോകം, വൻകരകൾ, രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, ഇതെല്ലാം കൂടെ ഒരു ചെറിയൊരു കടലാസിൽ കൊണ്ടുപോയിട്ട് ചിത്രീകരിച്ച് പറഞ്ഞാൽ നമുക്ക് എന്താണ്? വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളെയാണ് ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയാം. എന്നാൽ താരതമ്യേന ചെറിയ ഭൂപ്രദേശങ്ങളായിട്ടുള്ള വില്ലേജോ വാർഡോ ഒക്കെയാണ് ഭൂപടത്തിൽ ചിത്രീകരിക്കുന്നതെങ്കിൽ ഒട്ടേറെ വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിയും. ഇത്തരത്തിൽ താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്നതിനെയാണ് വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പേര് വെച്ചിട്ട് നമുക്ക് പഠിക്കുമ്പോൾ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. വലിയ തോത് ഭൂപടം എന്ന് പറയുമ്പോൾ ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്നതാണ് വലിയ തോത് ഭൂപടങ്ങൾ. ചെറിയ തോതെന്ന് പറയുമ്പോൾ വലിയ ഭൂപ്രദേശങ്ങളുടെ സവിശേഷതകൾ ചുരുങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. മനസ്സിലായല്ലോ? ഇനി കഡസ്ട്രൽ ഭൂപടങ്ങൾ എന്താണെന്നുള്ളത് തന്നിട്ടുണ്ട്, നോക്കുക.
പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം എന്ന അർത്ഥമുള്ള കാഡസ്റ്റർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നുമാണ് കാഡസ്ട്രൽ എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, കഡസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വേർഡാണ്. അതിൻ്റെ മീനിങ് എന്താണ്? പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം, രജിസ്റ്റർ ഓഫ് ടെറിട്ടോറിയൽ പ്രോപ്പർട്ടി എന്നാണ് അതിൻ്റെ മീനിങ്. അതിൽ നിന്നുമാണ് കാഡസ്ട്രൽ എന്ന് പറയുന്ന പദം വരുന്നത്. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനായിട്ടാണ് ഇത്തരം ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഇവ ഉപയോഗിക്കുന്നു. ഗ്രാമഭൂപടങ്ങൾ ഇതിനുദാഹരണമാണ്. അപ്പോൾ കഡസ്ട്രൽ ഭൂപടത്തിന് ഉദാഹരണം ഏതാണ്? ഗ്രാമഭൂപടങ്ങളാണ്. ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? കഡസ്ട്രൽ ഭൂപടങ്ങളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ധരാതലീയ ഭൂപടങ്ങൾ എന്താണ്? ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുമ്പോൾ സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നവയാണ് ധരാതലീയ ഭൂപടങ്ങൾ. സമഗ്രമായിട്ടുള്ള ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നവയാണ് ധരാതലീയ ഭൂപടങ്ങൾ. ഇത് രണ്ടും വലിയ തോത് ഭൂപടങ്ങൾക്ക് എക്സാമ്പിളാണ് നമ്മൾ പഠിച്ചത് അല്ലേ? കഡസ്ട്രലും ധരാതലീയ ഭൂപടങ്ങളും. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. ഭൂപ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ ഈ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കുന്നു. അപ്പോൾ ഒരു ധരാതലീയ ഭൂപടങ്ങളിൽ എന്തൊക്കെയാണ് ചിത്രീകരിക്കുന്നത്? ഭൂപ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവുക. ഇനി ഭൂപട വായന നോക്കുക. ഭൂപടങ്ങളിലെ തോത്, ദിശ, അതിലെ നിറങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഭൂപടം വായിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ? ഇനി നോക്കുക, ഭൂപടങ്ങളിലെ തോത്, നമുക്കിതിന് എല്ലാ കാര്യങ്ങളും അറിയണം അല്ലേ? തോത് അറിയണം, ദിശ അറിയണം, നിറങ്ങൾ അറിയണം, ചിഹ്നങ്ങൾ അറിയണം. അപ്പോൾ ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഭൂപടങ്ങളിലെ തോത്. ഓക്കെ, മാപ്പ് സ്കെയിലാണ് പറയുന്നത്. ഭൂപടങ്ങളെല്ലാം വ്യക്തമായ തോതിൻ്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നതെന്നും തോതിനെ പ്രസ്താവനാരീതി, ഭിന്നകരീതി, രേഖാരീതി എന്നിങ്ങനെ 3 രീതികളിൽ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്താറുണ്ടെന്നും നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിക്കുന്നത് ആദ്യമായിട്ടാണ് അല്ലേ? അപ്പോൾ നോക്കുക, തോത് എന്ന് പറയുന്നത് പ്രസ്താവനാരീതിയിലുണ്ട്, ഭിന്നക രീതിയിലുണ്ട്, രേഖാരീതിയിലുണ്ട്. ഇനി ഇവിടെ ഒരു പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? നോക്കുക, ഈ ഭൂപടത്തിൽ തോത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധിക്കൂ. എന്തിനായിരിക്കാം ഈ 3 രീതികൾ? ഇവിടെ 3 രീതിയിൽ തോത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തിനാണ് ഇങ്ങനെ 3 രീതിയിൽ തോത് അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിവിടെ കാണുന്നുണ്ടല്ലോ, കളർ കൊടുത്തിരിക്കുന്നുണ്ടോ? 1 സെൻറ്റിമീറ്ററിന് മുകളിൽ അല്ലേ, ഇത്ര മുതൽ ഇത്ര വരെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കളറായിട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ? 3 രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 3 തോത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനാണ് എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന്, പ്രസ്താവനാ രീതി. ഇവിടെ നോക്കുക, പ്രസ്താവനാ രീതി ആദ്യം പറയുന്നത്. ഇവിടെ ഭൂപടത്തിൽ നൽകിയിട്ടുള്ളത് ഏത് രീതിയിലുള്ള തോതാണ്? ഞാൻ അവിടെ 3 ഇങ്ങനെ കളേർഡായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അങ്ങനെ 3 രീതിയിൽ കളേർഡായിട്ട് ഇത്ര സെൻറ്റിമീറ്റർ മുതൽ ഇത്ര സെൻറ്റിമീറ്റർ വരെ എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണിച്ചു തന്നു. അപ്പോൾ അതൊരു തോതാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ 1 സെൻറ്റിമീറ്ററിന് 5 കിലോമീറ്റർ എന്ന് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന തോതില്ലേ, ഇതിനെയാണ് നമ്മൾ പ്രസ്താവനാ രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഇത്ര കിലോമീറ്റർ മുതൽ ഇത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞ് ഇങ്ങനെ തോത് അടയാളപ്പെടുത്തുന്നതിനെയാണ് പ്രസ്താവനാ രീതി എന്ന് പറയുന്നത്. ഭൂപടത്തിലെ ഓരോ സെൻറ്റിമീറ്ററും ഭൂമിയിലെ 5 കിലോമീറ്റർ ആണ് എന്ന് ഇതിലൂടെ പെട്ടെന്ന് മനസ്സിലാകും. സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാമെന്നതാണ് ഈ രീതിയുടെ മെച്ചം. അപ്പോൾ ഇതാണ് പ്രസ്താവനാ രീതി. ഇവിടെ ഇങ്ങനെ തോത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടോ? എത്ര മില്ലിമീറ്റർ മുതൽ ഇത്ര സെൻറ്റിമീറ്റർ വരെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടില്ല. അപ്പോൾ ഇതൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഓരോ സെൻറ്റിമീറ്ററും ഭൂമിയിലെ 5 കിലോമീറ്റർ ആണ്, ഓരോ സെൻറ്റിമീറ്ററും ഭൂമിയിലെ 5 കിലോമീറ്റർ ആണ് എന്നുള്ളത് നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്ത്? പ്രസ്താവനാ രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഭിന്നക രീതി എന്താണ്? റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് വീട്ടിലെ ഏറെ പ്രായം ചെന്ന ആളുകൾ സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം പറയുന്നത് എങ്ങനെയാണ്? ഫർലോങ് അല്ലെ, മൈല് തുടങ്ങിയ യൂണിറ്റുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് പരിചിതമായിട്ടുള്ള യൂണിറ്റുകൾ ഏതൊക്കെയാണ്?
നമ്മൾ പറയുന്നത് സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ തുടങ്ങിയ യൂണിറ്റുകളൊക്കെയാണ് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇന്ത്യയിലാണ് സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ ഒക്കെ ഉപയോഗിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ പറയുന്നത് ഇഞ്ച്, മൈല്, ഫർലോങ് തുടങ്ങിയ യൂണിറ്റുകളാണ് പ്രചാരത്തിലുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ യൂണിറ്റുകൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ തോത് മറ്റ് രാജ്യക്കാർക്ക് വിശകലനം ചെയ്യാൻ കഴിയുമോ? ഇല്ല. കാരണം നമ്മൾ ഇന്ത്യയിൽ എന്താണ് മീറ്ററും സെൻറ്റിമീറ്ററും കിലോമീറ്ററും ഉപയോഗിക്കും. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നത് ഇഞ്ചും മൈലും ഫർലോങ്ങും ആണ്. അപ്പോൾ നമ്മൾ മീറ്ററും സെൻറ്റിമീറ്ററും ഒക്കെ വെച്ച് ഭൂപടം ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഭിന്നക രീതിയിൽ തോത് തയ്യാറാക്കുന്നത്. അതായത് ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രീതി. എന്താണ് ഭിന്നക രീതി? ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രീതി. അതായത് 1 സെൻറ്റിമീറ്റർ 5 കിലോമീറ്ററിനെ കാണിക്കുന്നു എന്ന പ്രസ്താവന രീതിക്ക് പകരം ഇവിടെ 1:2 എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് കണ്ടോ, അതാണ് ഭിന്നക രീതി എന്ന് പറയുന്നത്. 1:2 എന്ന് പറഞ്ഞിട്ട് ഇത് എവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ. 1 സെൻറ്റിമീറ്ററിന് 5 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്, അത് പ്രസ്താവന രീതി. അതിൻ്റെ താഴെ 1:2 എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് കണ്ടോ, അതാണ് ഭിന്നക രീതി എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഭിന്നക രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തും നിലവിലുള്ള യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഈ ആനുപാതിക അകലത്തെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, വായിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഇതിനെ 1 സെൻറ്റിമീറ്റർ 5 ലക്ഷം സെൻറ്റിമീറ്ററിനെ കാണിക്കുന്നു എന്ന് വായിക്കുമ്പോൾ യൂറോപ്പുകാർ എന്ത് വായിക്കും, 1 ഇഞ്ച് 5 ലക്ഷം ഇഞ്ചിനെ കാണിക്കുന്നു എന്ന് വായിക്കുന്നു. ഇപ്പോൾ ഭിന്നക രീതിയുടെ ഉപയോഗം മനസ്സിലായോ? അപ്പോൾ ഓരോ രാജ്യങ്ങളിലും ഓരോ രീതിയിലായിരിക്കും നമ്മളിപ്പോൾ ദൂരമൊക്കെ കണക്കാക്കുന്നത്, ഓരോ യൂണിറ്റിലായിരിക്കും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് വെച്ച് അവർക്ക് കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ്റ്റു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൂചിപ്പിക്കുന്നതിനെയാണ് ഭിന്നക രീതി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത രീതിയാണ് രേഖാരീതി അല്ലെങ്കിൽ ലീനിയർ സ്കെയിൽ എന്ന് പറയുന്നത്. എന്താണ്? ഇവിടെ ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള മുത്തോലപുരം പട്ടണത്തിൻ്റെ വികസന പ്രവർത്തനം നടക്കുന്നു എന്നിരിക്കട്ടെ. ആ പ്രദേശത്തിൻ്റെ കുറെ കൂടി വിശാലമായ ഭൂപടം ആവശ്യമായതിനാൽ ഭൂപടത്തിൻ്റെ മുക്കടവ് ഉൾപ്പെടുന്ന ഭാഗം വലുതാക്കി പകർത്തപ്പെടാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. മുക്കടവ് എന്ന് പറയുന്നതിന് വലുതാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഭൂപടത്തിൻ്റെ തോതിലും മാറ്റമുണ്ടായി കാണില്ലേ. അപ്പോൾ ആദ്യത്തെ 2 രീതികളിൽ പ്രസ്താവന രീതിയിലും ഭിന്നക രീതിയിലും എന്താണ് രേഖപ്പെടുത്തിയത്, തോത് ഭൂപടത്തിലെ മാറ്റത്തിനൊത്ത് മാറിയിട്ടുണ്ടോ? ഇല്ല, തോത് അതുപോലെ തന്നെയാണ്. എന്നാൽ രേഖാരീതിയിലെ തോത് എങ്ങനെയാണ്, മാറ്റമുണ്ട് അല്ലേ. അപ്പോൾ ഭൂപടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തിന് ആനുപാതികമായി രേഖാരീതിയിലെ തോതും മാറിയിട്ടുണ്ട്. ഭൂപടങ്ങൾ വലുതാകുകയോ ചെറുതാകുകയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, രേഖാരീതിയിൽ കാണിച്ചിട്ടുള്ള തോതും ആനുപാതികമായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, ഈ രേഖാരീതി എന്ന് പറയുന്നത്. ഇവിടെ തോത് എഴുതിയിരിക്കുന്നതും ഇത് ഭിന്നക രീതിയും പ്രസ്താവന രീതിയിലും മാറ്റമൊന്നുമില്ല, അത് അതുപോലെ തന്നെയാണ്. പക്ഷെ രേഖാരീതിയിൽ എന്താണ് വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം നേരത്തെ വരച്ചിരിക്കുന്ന ചിത്രം നോക്കുക, അതിലെ രേഖാരീതിയും മുക്കടവ് എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷൻ മാത്രമായിട്ട് എടുത്തു കാട്ടുമ്പോൾ അതിൻ്റെ രേഖാരീതി മാറി, അതിന് വലുതായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ രേഖാരീതിയിൽ മാറ്റം വരുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 രീതി മനസ്സിലായില്ലേ, പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി. ഇനി അടുത്തത് ദൂരം അളക്കാം. നോക്കുക, ഇവിടെ ഗോപുവിൻ്റെ ഗ്രാമം ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ ഭൂപടമാണിത്. ഈ ഭൂപടത്തിൽ പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി എന്നീ 3 തരത്തിൽ തോത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഓരോ ചോദ്യങ്ങളും കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഭൂപടത്തിൽ ദൂരം എങ്ങനെയാണ് അളക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അളക്കേണ്ട ദൂരം നേർരേഖയിലാണെങ്കിൽ ഒരു സ്കെയിൽ ഉപയോഗിക്കാം അല്ലേ. അളക്കേണ്ട ദൂരം നേർരേഖയിലാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, സ്കെയിൽ ഉപയോഗിക്കാം. ഇനി വളഞ്ഞ പാതയുടെയോ നദിയുടെയോ ദൂരമാണെങ്കിൽ ഒരു നൂല് ഉപയോഗിച്ച് അളന്ന ശേഷം അത് സ്കെയിലിനോട് ചേർത്ത് വെച്ച് കൃത്യമായിട്ട് ദൂരം കണ്ടെത്താം അല്ലേ. വളഞ്ഞതൊക്കെ ആണെങ്കിൽ നൂല് വെച്ച് ആ വളഞ്ഞ ഭാഗത്തേക്കൊക്കെ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് ലാസ്റ്റ് ആ നൂലിനെ എന്ത് ചെയ്യാം, സ്കെയിലിനോട് ചേർത്ത് വെച്ച് ദൂരം കണ്ടെത്താം. ഇനി മേൽപ്പറഞ്ഞ 2 രീതിയിലും കണ്ടെത്തിയത് ഭൂപടത്തിനുള്ളിലെ ദൂരമാണ്. യഥാർത്ഥ ദൂരം കണ്ടെത്തണമെങ്കിൽ എന്താണ് ചെയ്യുക, അതിന് ഭൂപടത്തിൽ കണ്ടെത്തിയ ദൂരത്തെ തോതിലെ ആനുപാതിക ദൂരം കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ നൂല് വെച്ച് അളക്കുന്നതായാലും സ്കെയിൽ വെച്ച് അളക്കുന്നതായാലും ഭൂപടത്തിനുള്ളിലെ ദൂരമാണ് അളക്കുന്നത്. അപ്പോൾ അതിൽ ശരിക്കും യഥാർത്ഥ ദൂരം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്,
ഭൂപടത്തിൽ നമ്മൾ കണ്ടെത്തിയ ദൂരം എത്രയാണോ അളന്ന് കണ്ടെത്തിയത് അതിനെ തോതിലെ ആനുപാതിക ദൂരം കൊണ്ട് ഗുണിച്ചാൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥ ദൂരം കിട്ടുക. ഇപ്പോൾ ഭൂപടത്തിലെ തോത് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററിന് 5 കിലോമീറ്റർ ആണ്. ഭൂപടത്തിൽ എ മുതൽ ബി വരെയുള്ള അകലം 4 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ എ മുതൽ ബി വരെയുള്ള മൊത്തം ദൂരം അല്ലെങ്കിൽ യഥാർത്ഥ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 4 × 5 എന്ന് പറയുന്നത് 20 കിലോമീറ്റർ ആയിട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഭൂപടത്തിലെ ദൂരം നമ്മൾ സ്കെയിലോ നൂലൊക്കെ വെച്ച് അളക്കാം. യഥാർത്ഥ ദൂരം കിട്ടണമെങ്കിൽ ആ ഭൂപടത്തിലെ ദൂരത്തിനെ എന്ത് ചെയ്യണം? നമ്മൾ ആനുപാതിക ദൂരം കൊണ്ട്, തോതിലുള്ള ആനുപാതിക ദൂരം കൊണ്ട് ഗുണിക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ ദൂരം കിട്ടത്തുള്ളൂ. ഇനി ഇവിടെ നമ്മളൊരു കോളം പറയാനായിട്ട് വിട്ടു, അതൊന്ന് നോക്കാം. ബ്രിട്ടീഷുകാർ ദൂരമളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഇഞ്ച്, ഫർലോങ്, മൈൽ. ബ്രിട്ടീഷ് സിസ്റ്റം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് സിസ്റ്റം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇഞ്ച്, ഫർലോങ്, മൈൽ എന്നീ പറയുന്ന യൂണിറ്റുകളാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഇന്ത്യയിലും ഈ യൂണിറ്റാണ് ഉപയോഗിച്ചിരുന്നത്. അക്കാലത്ത് വിദ്യാഭ്യാസം നേടിയ തലമുറയും ഈ യൂണിറ്റാണ് പഠിച്ചത്. ബ്രിട്ടീഷുകാർ ഇവിടം വിട്ട് പോയതോടുകൂടി നമ്മുടെ രാജ്യത്ത് എന്ത് വന്നു? മെട്രിക് സിസ്റ്റം യൂണിറ്റുകൾ വന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലെ എന്താണ് മെട്രിക് സിസ്റ്റം യൂണിറ്റ് പ്രകാരമാണ് നമ്മൾ സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ എന്നിങ്ങനെയായിട്ട് വന്നത്. യൂണിറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ടുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇഞ്ചും, മൈലും, ഫർലോങ് ഒക്കെയാണ് പറയുക. കാരണം എന്താണ്? അത് നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് അവർ കൊണ്ടുവന്നിരുന്ന അല്ലെങ്കിൽ അവരുപയോഗിച്ചിരുന്ന യൂണിറ്റുകളാണ് ഇഞ്ചും, മൈലും, ഫർലോങ് ഒക്കെ. അപ്പോൾ അന്നത്തെ കാലത്തുള്ളവരൊക്കെ ആ യൂണിറ്റാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയതിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ മെട്രിക് സിസ്റ്റം വരുന്നത്. അതിന് പ്രകാരം മീറ്റർ, സെൻറ്റിമീറ്റർ, കിലോമീറ്റർ എന്നുള്ള ദൂരമെല്ലാം വന്നു. ഓക്കെ, ഇനി ഇവിടെ ഇന്ത്യയെ അളന്ന സർവേയർമാർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കാം. പഴയ കാലത്തെ ഓരോ ഭൂപട നിർമ്മാണത്തിനും നിരവധിയായ മനുഷ്യരുടെ അധ്വാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കഥ പറയാനുണ്ട്. വില്യം ലാംപ്ടൺ, പേരോർത്തിരിക്കുക, വില്യം ലാംപ്ടൺ AD 1800 ഭൂപട നിർമ്മാണത്തിനായി ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്ന് ആരംഭിച്ച സർവേ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടുള്ള ജോർജ് എവറസ്റ്റ് പൂർത്തിയാക്കുമ്പോൾ ഏകദേശം 50 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. 500 കിലോഗ്രാമിലധികം ഭാരമുള്ള തിയോഡലൈറ്റ് തുടങ്ങിയ ഉപകരണങ്ങളുമായിട്ട് 1600 മൈൽ ദൂരത്തിൽ അണുകിട തെറ്റാതെ കൃത്യതയോടുകൂടി നടത്തിയ ആ സർവേയിലൂടെയാണ് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം നിർണയിച്ചത്. പ്രതികൂലമായ സാഹചര്യങ്ങളിലൊന്ന് അന്നത്തെ സർവേ സംഘം അനേകം വർഷം ജോലി ചെയ്തത്. അവരിൽ ഭൂരിഭാഗം പേരും മലമ്പനി ബാധിച്ചും വെള്ളപ്പൊക്കത്തിൽ പെട്ടുമൊക്കെ മരണമടഞ്ഞു. ഈ ഭൂപട നിർമ്മാണ ദൗത്യം ലോകത്തിലെ എക്കാലത്തെയും വലിയ ഭൂപട നിർമ്മാണ പ്രവർത്തനമായി ഇന്നും കണക്കാക്കുന്നു. അപ്പോൾ ജോർജ് എവറസ്റ്റ് എന്ന് പറയുന്ന ആ വ്യക്തിയെ, എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം അളന്ന ആ വ്യക്തിയെ എന്താണ് നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, വില്യം ലാംപ്ടൺ, ജോർജ് എവറസ്റ്റ്. ഓക്കെ, 2 പേരുകളും ഓർത്തിരിക്കുക. ഇനി അടുത്തത് നോക്കുക. ഭൂപടങ്ങളിലെ ദിശ, ഡയറക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഭൂപടങ്ങളിലെ പ്രധാന ഘടകങ്ങളിലൊന്നായ ദിശകളെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്, എങ്കിലും നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഇന്ത്യയിലെ ചില നഗരങ്ങളെയാണ് ഭൂപടത്തിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ നഗരങ്ങളുടെ സ്ഥാനം ദിക്കുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്താൻ ശ്രമിക്കൂ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അറിയുന്നതാണല്ലോ, വടക്കും കിഴക്കൊക്കെ നമുക്ക് അറിയുന്നതാണ്. എങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ സൗത്താണ്, ഇത് നോർത്താണ് അല്ലേ. നോർത്ത് ഇങ്ങനെ എഴുതുന്നതിൽ വ്യത്യാസം വരുന്നുണ്ടോ? ഇവിടെ സൗത്ത്, ഇവിടെ നോർത്ത്, ദെൻ ഇവിടെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലെങ്കിൽ തെക്ക്, വടക്ക് അല്ലേ. ഇത് തെക്ക്, ഇത് വടക്ക്, ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്. ഇങ്ങനെയാണ് നമ്മുടെ ദിശ വരുന്നത്. ഇനി ദിശ അറിയാത്തവരാരും ഇല്ലല്ലോ. ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളുമാണ് ഇനി പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക. ഇവിടെ ഓരോ പ്രദേശത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ. 1500 മീറ്റർ നീളവും 1000 മീറ്റർ വീതിയും വരെയുള്ള പ്രദേശം. ഈ പ്രദേശത്തിൻ്റെ വടക്കിനും വടക്ക് പടിഞ്ഞാറിനും ഇടയിൽ നിന്ന് തെക്കും തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഒരു പുഴ ഒഴുകുന്നുണ്ട്. പുഴയ്ക്ക് കുറുകെ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടൊരു റോഡും റോഡിന് തൊട്ട് വടക്ക് ഇതേ ദിശയിൽ ഒരു റെയിൽപാതയും കടന്നു പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വിവരണം അടിസ്ഥാനമാക്കിയിട്ട് 3 വിദ്യാർത്ഥികൾ തയ്യാറാക്കിയിട്ടുള്ള ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, 3 ചിത്രങ്ങളൊന്നും ജസ്റ്റ് നോക്കുക. അപ്പോൾ ഇവിടെ 3 പേരും 3 തരത്തിലുള്ള കളറുകളും ഒക്കെയാണല്ലേ. ഇവിടെ ഒരാൾ ബ്രൗൺ ഷെയ്ഡിൽ ഇങ്ങനെ വീടുകൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഗ്രീനിൽ വയൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ബ്രൗണിലാണ് വയൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പല കളേഴ്സാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ.
അപ്പോൾ വിവരണങ്ങളിലെ സവിശേഷതകൾ ചിത്രീകരിച്ചപ്പോൾ 3 പേരും വ്യത്യസ്തങ്ങളായ നിറങ്ങളും അടയാളങ്ങളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരേ സവിശേഷതകൾക്ക് ഓരോ രാജ്യങ്ങളും വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളുമാണ് ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഭൂപടം വായിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ ഓരോ നിറങ്ങളുണ്ട്, പ്രത്യേകമായിട്ട് ഓരോ കാര്യങ്ങൾക്കും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള നിറങ്ങളുണ്ട് ഭൂപടത്തിൽ കൊടുക്കുന്നത്. ആ നിറങ്ങളും ചിഹ്നങ്ങളും സവിശേഷതകൾ എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഭാഗമാണ്. അപ്പോൾ സസ്യജാലങ്ങൾ, നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കുന്നത് പച്ച നിറം കൊണ്ടാണ്. ഓക്കെ, പച്ചയാണല്ലോ സസ്യം എന്ന് പറയുമ്പോൾ. അപ്പോൾ നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കുന്നത് പച്ച നിറം കൊണ്ടാണ്. ഇനി മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങളെയാണ്. ഓക്കെ, മഞ്ഞ നിറം കൃഷിയിടങ്ങൾ, അത് ഓർക്കാനായിട്ട് നമുക്ക് നെല്ലൊക്കെ ഇങ്ങനെ പാടത്ത് വിളഞ്ഞു നിൽക്കുന്നത് നമുക്കറിയാം. പച്ച ഇതിൽ മഞ്ഞ കളറായിട്ടാണ് കതിര് നിൽക്കുക, അല്ലേ? കതിര് എന്നല്ലേ പറയുന്നത്. അപ്പോൾ പച്ചയിൽ മഞ്ഞയായിട്ടാണ് അത് നിൽക്കുന്നത്, കതിര് പഴുത്ത് നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞ ഓർക്കാം, അല്ലെ? കൃഷിയിടങ്ങൾ മഞ്ഞ എന്നുള്ളത് ഓർക്കാം. ദെൻ ചുവപ്പ് നിറം എന്തിനെയാണ്? പാർപ്പിടങ്ങൾ, റോഡുകൾ, പാർപ്പിടങ്ങളെയും റോഡുകളെയും കാണിക്കാനായിട്ട് ചുവപ്പ് നിറമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ചുവപ്പ് നിറം എന്തിനാണ്? പാർപ്പിടങ്ങളും റോഡുകളുമാണ്. ദെൻ കറുപ്പ് നിറം എന്തിനൊക്കെയാണ്? തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ, ഇതിനെല്ലാം സൂചിപ്പിക്കുന്നത് കറുപ്പാണ്. തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ എന്നിവയെ സൂചിപ്പിക്കുന്നത് കറുപ്പ് നിറമാണ്. നീല നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ജലാശയങ്ങളെയാണ്. നമുക്കറിയാം, അല്ലേ? കടൽ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലൂ കളർ എന്നുള്ള ഒരു രീതിയിലെടുക്കാം. അപ്പം ജലാശയങ്ങളെ സൂചിപ്പിക്കാനായിട്ട് നീല നിറം. തവിട്ട് നിറം എന്തിനാണ്? പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ, പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ എന്നിവയ്ക്ക് തവിട്ട് നിറമാണ്. ഇനി ഇവിടെ റെഡ് കളറിൽ 2 ലൈൻ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഇങ്ങനെ ഡബിൾ ലൈൻ വരുന്നുണ്ട്. അതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? ടാറിട്ട റോഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, 2 ലൈൻ ഇങ്ങനെ റെഡ് കളറിൽ അടുപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ എന്താണത്? ടാറിട്ട റോഡാണ് സൂചിപ്പിക്കുന്നത്. ദെൻ ബ്ലാക്കിൽ, ഓക്കെ, കറുപ്പ് കളറിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കത് അറിയുന്നുണ്ട്, കാണുമ്പോൾ തന്നെ നമുക്കൊരു റെയിൽപാളം പോലെ തോന്നുന്നില്ലേ? അപ്പോൾ അതാണ് തീവണ്ടി പാതയെ സൂചിപ്പിക്കുന്നത്. ദെൻ അടുത്തത് നോക്കൂ, ഇതെങ്ങനെ ഒരു വൈറ്റ് കൊടുത്തിട്ട് അതിൽ ബ്ലൂ കളർ ഇങ്ങനെ ലൈൻ കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? അരുവിയാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്നത് പോലെ അരുവി കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ കൂടെ ഇത് എങ്ങനെയാണ് ലൈൻ കൊടുത്തിരിക്കുന്നത്? ബ്ലൂ കളർ കാണുന്നുണ്ടല്ലോ, നദിയെയാണ് സൂചിപ്പിക്കുന്നത്. ദെൻ നോക്കുക, അവിടെ റെഡ് കളറിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒരു കുരിശ്, അല്ലേ? കുരിശ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ക്രിസ്ത്യൻ പള്ളിയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും. ദെൻ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ ഒരു ഷേപ്പിലാണ് നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ അമ്പലമൊക്കെ വരയ്ക്കാൻ പറയുമ്പോൾ ഇങ്ങനെയല്ലേ വരയ്ക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയാണ്. ദെൻ മുസ്ലിം പള്ളി, അപ്പോൾ ഇതിങ്ങനെ ഒരു ഇതുണ്ടാവും, അതിൻ്റെ മുകളിൽ ചെറിയൊരു ലൈനും കൂടെ ഉണ്ടെങ്കിൽ അതെന്താണ്? അത് മുസ്ലിം പള്ളിയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇങ്ങനെ കുറേ ഇങ്ങനെ ബ്രിക്സ് ഇങ്ങനെ അടുക്കി വെച്ചതുപോലെയുള്ളതാണെങ്കിൽ അത് പാർപ്പിടങ്ങളാണ്. ചുവന്ന നിറത്തിലാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ചുവന്ന നിറത്തിൽ ഇങ്ങനെ ബ്രിക്സ് കാണുകയാണെങ്കിൽ അത് പാർപ്പിടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ദെൻ PO എന്ന് എഴുതി കഴിഞ്ഞാൽ അത് പോസ്റ്റ് ഓഫീസാണ്. PO പോസ്റ്റ് ഓഫീസ്. പിന്നെ ബ്ലൂ കളറിൽ ഇങ്ങനെ റൗണ്ടായിട്ട് കൊടുത്ത് സർക്കിൾ ഷേപ്പിൽ നോക്കുക, അതെന്താണ്? കിണറാണ്. ഓക്കെ, കിണറയാണ് സൂചിപ്പിക്കുന്നത്. ദെൻ PS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ. ദെൻ കോട്ടയെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കുക, അത് ഇങ്ങനെ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അതെന്താണ്? കോട്ടയാണ്. ദെൻ പാലത്തിൻ്റെ ഷേപ്പ് കാണുന്നുണ്ടോ? ഓക്കെ, പാലം എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? പാലം. പിന്നെ അത് കഴിഞ്ഞ് കുളത്തിൻ്റെ ഏകദേശം കുളം പോലെ ഇരിക്കുന്നുണ്ട്, അല്ലേ? അടുത്തത് നോക്കുക, കുഴൽക്കിണർ. ഇങ്ങനെ ഒരു ബ്ലൂ കളറിൽ ട്രയാങ്കിൾ ഷേപ്പ് ആണെങ്കിൽ അതെന്താണ്? കുഴൽക്കിണറാണ്. ദെൻ ശവപ്പറമ്പ്, ഇത് ഇങ്ങനെ കൂന പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ശവപ്പറമ്പാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ചിഹ്നങ്ങളും കളറുകളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ വിവരണങ്ങളെ അടിസ്ഥാനമാക്കി ഭൂപടങ്ങളിലെ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയതാണിത്. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ചിത്രങ്ങളുമായിട്ട് ഇതിൽ വ്യത്യാസമുണ്ടല്ലേ? അപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് കളർ നോക്കുമ്പോൾ ഇത് റെയിൽവേ പാതയാണ് എന്നുള്ളത് നമുക്കറിയാം, ഇത് അമ്പലമാണ്, അല്ലെ? ക്ഷേത്രമാണ് എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി പറ്റും. ഇത് പാർപ്പിടങ്ങളാണ്. PO എന്ന് എഴുതിയത് പോസ്റ്റ് ഓഫീസാണ്. PS എന്ന് എഴുതിയത് പോലീസ് സ്റ്റേഷനാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ ഇത് നമുക്ക് ആ കളറ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ടാറിട്ട റോഡാണ് ഈ ഡബിൾ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചിത്രം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ തോത്, ദിശ, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും എന്നിവ ഉൾപ്പെടുത്തി നിങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ ഒരു ഭൂപടം തയ്യാറാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അത് അവർക്കുള്ള വർക്കാണ്, അത് നമുക്ക് വേണ്ട.
ഇനി വടക്ക് നോക്കി യന്ത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദിശ കണ്ടെത്താനായിട്ട് പറ്റും. ദിശ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വടക്ക് നോക്കി യന്ത്രം. അത് നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് വരുന്നത് ഭൂപടങ്ങൾ എന്താണ്, ഭൂപടങ്ങളുടെ ടൈപ്പ്, ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടൈപ്പും അല്ലാതെ തോതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടൈപ്പ്, അതിനുള്ള എക്സാമ്പിൾ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളേഴ്സും ചിഹ്നങ്ങളും അതിന് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളുമാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഭൂപടങ്ങൾ വായിക്കാം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.